എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വീക്കെൻഡ് പ്രമോ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ രേവതി പിന്നെയും ആവർത്തിച്ച് സച്ചിയോട് ചോദിക്കുവാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം, അതെന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പോൾ സച്ചി അപ്പോഴും രേവതിയോട് പറയുന്നില്ല. കാരണം രേവതിക്ക് അത് വിഷമാകുമല്ലോ, അതുകൊണ്ട് സച്ചി ഒന്നും അറിയിക്കാതെ അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി പോകുവാണ്. പിന്നെ കാണിക്കുന്നത് മഹേഷും രേവതിയും തമ്മിലുള്ള സംഭാഷണമാണ്. രേവതി സച്ചി ഓട്ടോയാണ് ഓടിക്കുന്നതെന്നുള്ള സത്യം അറിഞ്ഞ് മഹേഷിനെ കാണാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ മഹേഷ് പറയും, ഞങ്ങളുടെ എല്ലാവരും പൈസ കൊടുക്കാനുണ്ടായിരുന്നു ആൻ്റണിക്ക്. അപ്പോൾ സച്ചി എന്താ ചെയ്തെന്ന് വെച്ചാൽ അവൻ്റെ കാറ് വിറ്റ് ഞങ്ങളുടെ കടമൊക്കെ വീട്ടിൽ തന്നു. അത്രയ്ക്കും നല്ല മനുഷ്യനാണ് സച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ സച്ചിയെ പുകഴ്ത്തും. ഇത് കേട്ട് രേവതിക്ക് നല്ല സങ്കടം വരും. സച്ചിയുടെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് രേവതി നേരെ പോകുന്നത് ആൻ്റണിയോടാണ്. കാരണം മഹേഷ് കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ആൻ്റണി കാലി വീണ് അപേക്ഷിക്കാനൊക്കെ സച്ചിയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും. കാരണം തൻ്റെ ഭർത്താവ് ആൻ്റണിയുടെ കാലിൽ വീഴാനോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ദേഷ്യവും സങ്കടവും സ്നേഹവും കൊണ്ടൊക്കെ രേവതി നേരെ പോകുന്നത് ആൻ്റണിയോടാണ്. ആൻ്റണിയുടെ നേരെ നിന്ന് രേവതി സംസാരിക്കുവാണ്. ആൻ്റണി ആണെങ്കിൽ രേവതിയുടെ സംസാരം കേട്ട് പേടിച്ചും പോയി. തല്ലാൻ പോകുന്നു വരെ ഉണ്ട് രേവതി. എന്തായാലും വരും എപ്പിസോഡുകളിൽ രേവതിയും സച്ചിയും തമ്മിലുള്ള വഴക്കു മാറാൻ ഇതൊരു കാരണമാകുന്നു. സച്ചിയുടെ നന്മ തിരിച്ചറിഞ്ഞ് വീണ്ടും രേവതി സച്ചിയെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.